മിമിക്രി വേദികളിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമാണ് മഹേഷ് കുഞ്ഞുമോൻ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഓരോ വ്യക്തികളെയും അനുകരിച്ചാണ് മഹേഷ് ശ്രദ്ധ നേടിയത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കൊല്ലം സുധിയുടെ വിയോഗത്തിന് കാരണമായ കാർ അപകടത്തിൽ മഹേഷ് കുഞ്ഞുമോനും പരിക്കേറ്റിരുന്നു. ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തത്. ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടിക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പേര് പരാമർശിച്ചപ്പോൾ വേണ്ട പോലെ ബഹുമാനിച്ചില്ല എന്ന് ആരോപിച്ച് മഹേഷ് കുഞ്ഞുമോനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ്. അയർലൻഡിലെ ഒരു സ്റ്റേജ് പരിപാടിക്കിടെ വി.ഡി. സതീശന്റെ ശബ്ദം അനുകരിച്ചുള്ള പെർഫോമൻസിനിടെ LED വാളിൽ പ്രദർശിപ്പിക്കേണ്ട ചിത്രത്തിന്റെ ഫയലിന്റെ പേര് അറിയിക്കാൻ മൈക്കിലൂടെ വി.ഡി. സതീശൻ എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കൂടെ സാർ എന്നോ മുഖ്യമന്ത്രി എന്നോ ചേർത്തിരുന്നില്ല എന്ന് പറഞ്ഞാണ് അസഭ്യവും അധിക്ഷേപവും ഉയരുന്നത്. വീഡിയോയുടെ ഈ ഒരു ഭാഗം മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കോൺഗ്രസുകാരുടെ വ്യാപകമായ സൈബർ ആക്രമണത്തിന് മഹേഷ് കുഞ്ഞുമോൻ വിധേയനാവുകയായിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പങ്കുവച്ച് മഹേഷ് കുഞ്ഞുമോൻ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകളിൽ ആർക്കെങ്കിലും വിഷമമോ അല്ലെങ്കിൽ വേദനയോ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആരെയും വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുക എന്നത് തന്റെ ഉദ്ദേശമല്ല. എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാളാണ് താനെന്നും മഹേഷ് കുഞ്ഞുമോൻ പറയുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യതയോടെ പ്രകടിപ്പിക്കണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കും. വ്യക്തിപരമായി അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ ഒരാളെ മാനസികമായി ഏറെ വേദനിപ്പിക്കും. പരസ്പര ബഹുമാനവും മനുഷ്യസ്നേഹവും കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മഹേഷ് കുഞ്ഞുമോൻ ഫേസ്ബുക്കിൽ എഴുതി. അയർലൻഡിൽ നടന്ന ഒരു സ്റ്റേജ് പരിപാടിക്കിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ശബ്ദം അനുകരിച്ച് ഒരു പെർഫോമൻസ് ഇദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. എന്നാൽ LED വാളിൽ പടം വരാൻ സമയം എടുത്തപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന വ്യക്തിയോട് സ്ക്രീനിൽ കാണിക്കേണ്ട ചിത്രത്തിന്റെ ഫയലിന്റെ പേര് അറിയിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ എന്ന് മൈക്കിലൂടെ മഹേഷ് വിളിച്ചു പറഞ്ഞിരുന്നു. അതാണ് കോൺഗ്രസുകാർക്ക് ബഹുമാനക്കുറവായിട്ട് അനുഭവപ്പെട്ടതും സൈബർ ആക്രമണം അഴിച്ചുവിട്ടതും. സതീശന്റെ പടം ഇട എന്നതുമല്ല മഹേഷ് കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞത്. ആ സ്റ്റോറേജ് ഫയലിൽ പേര് വെച്ചിരിക്കുന്നത് വി.ഡി. സതീശൻ എന്നായതുകൊണ്ട് ആ പേരാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അതിലെവിടെയാണ് ബഹുമാനക്കുറവ് തോന്നുന്നത്? നിരത്തിപ്പിടിച്ച് പീഡനം നടത്തിയ, അബോർട്ട് ചെയ്യാൻ ഇരകളെ ഭീഷണിപ്പെടുത്തിയ, ഒന്നാം ബലാത്സംഗ കേസ്, രണ്ടാം ബലാത്സംഗ കേസ് എന്നിങ്ങനെ വേറിട്ട കേസുകളിൽ ജയിലിൽ കിടന്ന ഒരു നെറുകെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടാ വിജയ എന്ന് വിളിച്ചപ്പോൾ അതൊക്കെ ന്യായീകരിക്കാൻ ആളുകളുണ്ടായിരുന്നു. ചെത്തുകാരന്റെ മകനെന്നും കഞ്ഞിക്ക് വകയില്ലാത്ത കോരന്റെ മകനെന്നും മുൻ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ ഈ ബഹുമാനക്കുറവ് ആർക്കും ഒരു പ്രശ്നമായി തോന്നിയിട്ടുമില്ല. വി.ഡി. സതീശൻ എന്നത് വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം വെച്ച് നോക്കിയാൽ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്നും വായിക്കാം. ഒരു വേദിയിൽ വി.ഡി. സതീശൻ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഒരു ബഹുമാനക്കുറവും സാമാന്യ ബോധമുള്ള ഒരാൾക്കും തോന്നേണ്ട കാര്യമില്ല. ഔദ്യോഗികമല്ലാത്ത ഏത് ചടങ്ങിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി എന്ന് മാത്രം വിളിച്ചാൽ ആരും കേസ് കൊടുക്കാനും പോകുന്നില്ല. നേരത്തെ ഇന്ത്യ ഭരിച്ച ഇന്ദിരാഗാന്ധി, നെഹ്റു, രാജീവ് ഗാന്ധി എന്നിവരൊക്കെ ഏത് രീതിയിലാണ് സംബോധന ചെയ്തിരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കും ആളുകളെ പേടിപ്പിച്ച് ബഹുമാനം പിടിച്ചു വാങ്ങേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. മോദി, വിജയൻ എന്നൊക്കെ വിളിക്കാമെങ്കിൽ സതീശൻ എന്നും വിളിക്കും. കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും എല്ലാ കാലത്തും വേറെ പണിയൊന്നുമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കേസൊക്കെ കൊടുക്കാം. അതുമാത്രമേ ഉള്ളൂ. ഇങ്ങനെ കേസുകൾ കൊടുക്കുമ്പോൾ ആളുകൾ മറന്നു തുടങ്ങിയ പല ഇരട്ടപ്പേരുകളും ചേർത്ത് അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങും. ആ ഒരു കുഴപ്പം മാത്രമേ ഇനി സംഭവിക്കാൻ ബാക്കിയുള്ളൂ.